നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളർത്തുകയാണെന്ന് പറയുമ്പോഴും നൂലാമാലകളും സർക്കാർ വക പകപോക്കലും ഒക്കെ പെട്ടുകൊണ്ട് കേരളത്തെ പാടെ ഉപേക്ഷിച്ചു പോകുന്ന വൻകിട വ്യവസായങ്ങളുടെ എണ്ണം കേരളത്തിന്റെ അണിയറയിൽ കൂടുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് തുടർച്ചയായി ഓഫീസിൽ നടന്ന റെയ്ഡും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവുമൊക്കെ തന്റെ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കാനിരുന്ന കോവിഡിന് മുൻപ് കൊച്ചിയിൽ നടന്ന അസൈൻസ് ആഗോള നിക്ഷേപ സംഗമത്തിൽ സംസ്ഥാന സർക്കാരുമായി ഒപ്പുവെച്ച 3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് കിറ്റെക്സ് ചെയർമാൻ സാബു ജേക്കബ് രംഗത്ത് വന്നത് അന്ന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമായ വിഷയമാണ്. 20,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന അപ്പാരൽ പാർക്കും കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിലായി 600ഓളം പുതു സംരംഭകർക്ക് അവസരമൊരുക്കുന്നതും 5000 പേർക്ക് വീതം തൊഴിൽ ലഭിക്കുന്നതുമായ 3 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാനായിരുന്നു സർക്കാരുമായി കിറ്റെക്സ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അപ്പാരൽ പാർക്കിന് സ്ഥലമെടുത്ത് വിശദമായ രൂപരേഖയും പദ്ധതി റിപ്പോർട്ടും മറ്റ് തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. 2025ഓടെ പദ്ധതി പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ അന്നത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിർബന്ധിതമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അന്ന് സാബു ജേക്കബ് രംഗത്ത് വന്നത്. ഒരു മാസത്തിനിടെ 11 തവണയാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കിറ്റെക്സ് യൂണിറ്റുകളിൽ പരിശോധനയുടെ പേരിൽ കയറിയിറങ്ങിയത് എന്നും 10ഉം 15ഉം വണ്ടിയിൽ 40ഉം 50ഉം പേർ വരുന്ന ഉദ്യോഗസ്ഥ സംഘമെത്തി ഫാക്ടറിയുടെ ഓരോ നിലയിലേക്കും ഇരച്ചു കയറുകയായിരുന്നു എന്നും അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജോലി തടസ്സപ്പെടുത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ വിളിച്ച് ചോദ്യം ചെയ്ത് വിലാസവും ഫോൺ നമ്പറും എഴുതിയെടുക്കുന്നു. ഓരോ തവണയും 3ഉം 4ഉം മണിക്കൂർ കമ്പനിക്കകത്ത് പരിശോധനകൾ നടത്തി 300ഉം 400ഉം പേരെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ എന്തിനാണ് പരിശോധിച്ചതെന്നോ എന്താണ് കണ്ടെത്തിയതെന്നോ എന്താണ് ചെയ്ത കുറ്റമെന്നോ പറയുന്നില്ല എന്നതൊക്കെയായിരുന്നു സാബുവിന്റെ അന്നത്തെ പരാതികൾ. 26 വർഷമായി പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ കൊള്ളക്കാരെയും കൊടും കുറ്റവാളികളെയും തീവ്രവാദികളെയും പിടിക്കാൻ വരുന്ന രീതിയിലാണ് പരിശോധനകൾ നടന്നത് എന്ന് ആരോപിച്ച കിറ്റെക്സ് സാബു ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സമയത്ത് യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്തരത്തിൽ നിയമാനുസൃതമല്ലാത്ത പരിശോധനകൾ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന തരത്തിൽ വ്യവസായ മന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. സംസ്ഥാന സർക്കാരും LDFും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കിറ്റെക്സിനെ ആക്രമിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ നാളുകൾക്കു ശേഷം വീണ്ടും കിറ്റെക്സും കേരള സംസ്ഥാനവും തമ്മിലുള്ള ചേരിപ്പോര് മുറുകുകയാണ്. ഒരു ചെറിയ നിയമലംഘനം പോലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നും സഹികെട്ടാണ് അന്ന് 3500 കോടി രൂപ കേരളത്തിൽ നിന്ന് മാറി മറ്റെവിടേക്കെങ്കിലും നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് എന്നും വ്യക്തമാക്കി വീണ്ടും കിറ്റെക്സിന്റെ ഉടമ സാബു രംഗത്ത് വന്നിട്ടുണ്ട്. ആന്ധ്ര വളരെ മോശമാണെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പതിവാണ് എന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു. കേരളം ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് എന്നും അത് ആരുടെയും പിതൃസ്വത്തല്ല എന്നും രാജീവ് കേരളം അവരുടെ സ്വത്താണെന്ന തരത്തിലാണ് സംസാരിക്കുന്നത് എന്നും സാബു ജേക്കബ് പറഞ്ഞു. മനസ്സമാധാനം കിട്ടാൻ അവനവൻ തന്നെ വിചാരിക്കണമെന്ന മന്ത്രി രാജീവിന്റെ പ്രതികരണത്തിനും സാബു മറുപടി പറഞ്ഞു. മനസ്സമാധാനം കിട്ടണമെങ്കിൽ സ്വയം വിചാരിക്കണമെന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ സാബു മന്ത്രി കൈമടക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാത്തതിന്റെ ദേഷ്യം തീർക്കുന്നതാണ് തുടർന്നു പോകുന്ന നടപടികളെന്ന് പറയാതെ പറഞ്ഞു. വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കണ്ടാൽ മനസമാധാനം ഉറപ്പാണ് എന്ന് തനിക്കും അറിയാമെന്നും അങ്ങനെ ഒരു മനസമാധാനം താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും അതിനാരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നും സാബു ഉറപ്പിച്ചു പറഞ്ഞു. ഇത് രാജീവിന്റെ പണമോ LDFന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല എന്നും സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് എപ്പോൾ നിർത്തണം എപ്പോൾ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണി സംസ്ഥാന തലത്തിൽ തന്നെ ഈ പ്രസ്ഥാനങ്ങളെ അടച്ചുപൂട്ടാൻ 565 ദിവസം സമരം നടത്തിയെങ്കിലും അവസാനം ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം അനുസരിച്ച് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായതെന്നും സാബു ജേക്കബ് പറഞ്ഞു.
2021 കേരളത്തിൽ നിക്ഷേപിക്കാനിരുന്ന 3500 കോടി രൂപ മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് തെലങ്കാനയിൽ നിന്ന് ക്ഷണം കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കിറ്റെക്സ് ഇത്രയും വളർന്നത് കേരളത്തിന്റെ മണ്ണിലെന്നും നന്ദികേട് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശ നിക്ഷേപത്തിൽ കേരളം ഒന്നാമതാണെന്ന് ഞായറാഴ്ച മന്ത്രി രാജീവ് പ്രതികരിച്ചു. ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിയാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത് എന്നും സാബുവിൻ്റേത് വില കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണമാണ് എന്നും വ്യവസായിയുടേതല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളം വിടുന്നു എന്ന് പറഞ്ഞവർ ഇതുവരെ പോയിട്ടില്ല എന്ന് പരോക്ഷമായി കിറ്റെക്സ് ഗ്രൂപ്പിനെ കടന്നാക്രമിച്ച മന്ത്രി കേരളം പല കാര്യങ്ങളിലും ആന്ധ്രയേക്കാൾ മുന്നിലാണ് എന്നും കിറ്റെക്സ് ഇത്രയും വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണ് എന്നും ഓർമ്മിപ്പിച്ചു. കിറ്റെക്സ് ഗ്രൂപ്പ് പിന്നെയും സംസ്ഥാന സർക്കാരുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം പിണറായി സർക്കാരിന് കീഴിൽ വികസന മുന്നേറ്റം കാഴ്ചവെക്കുകയാണെന്ന വാദത്തിനും ശക്തമായ തിരിച്ചടിയേൽക്കുവാൻ പോവുകയാണ്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിണറായി സർക്കാരിനെ തല്ലാനുള്ള വടിയായി മാറുമെന്ന് ഉറപ്പാണ്.